ആദ്യമായി ഞാൻ പ്രസിഡന്റിനെ അടുത്ത് കാണുകയും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും APJ അബ്ദുൽ കലാം സാറാണ്. പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട്, അതായത് ഇന്റർനാഷണൽ ഒബാമ, അമേരിക്കൻ പ്രസിഡന്റ് ഡൽഹിയിൽ വന്നപ്പോൾ UK രാജാവായിരിക്കുന്ന ചാൾസ് പുള്ളിയുടെ പാലസിൽ പോവുകയും രാഷ്ട്രപതി ഭവനിലെ ക്വീൻ എലിസബത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു മിലിറ്ററി മ്യൂസിക്കിൽ ഉള്ള എനിക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടും ഇല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്, എല്ലാ അതായത് ഇന്ത്യയിലെ ഏത് രാഷ്ട്ര തലവന്മാർ മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ വന്നാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആദ്യമായി ഞാൻ പ്രസിഡന്റിനെ അടുത്ത് കാണുകയും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും APJ അബ്ദുൽ കലാം സാറാണ്. അതിനുശേഷം പ്രണബ് മുഖർജി രാഷ്ട്രപതിയും പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട്, അതായത് ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ നടന്നത് വിശാഖപട്ടണത്താണ്. പ്രണബ് മുഖർജി അന്ന് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരികയും ഷേക്ക് ഹാൻഡ് തരികയും നമ്മുടെ ഇന്ത്യയിൽ അവരുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള ഇത് കിട്ടി. പിന്നെ VVIPs എല്ലാം ബാൻഡിൻ്റെ അടുത്ത് വരും. അതായത് നമ്മുടെ ഒരു ഈവൻറ്റ് നടക്കുന്നു, പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവർ സ്റ്റേജിൽ വരികയും നമുക്ക് ഷേക്ക് ഹാൻഡ് തരികയും, ഞാൻ ഈ കണ്ടക്ടർ ആയതിനു ശേഷം അവരെല്ലാം ഒരു മൊമെൻറ്റോ കൈമാറ്റപ്പെടുമ്പോൾ ആ മൊമെൻറ്റോ എനിക്ക് വാങ്ങാനും ഉള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി പുറത്ത് രാജ്യത്തിലേക്ക് പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബാമ, അമേരിക്കൻ പ്രസിഡന്റ് ഡൽഹിയിൽ വന്നപ്പോൾ അടുത്ത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ വിദേശത്ത് റോയൽ എഡിൻബർഗ് മിലിറ്ററി ടാറ്റൂവിൽ പോയപ്പോൾ ഇപ്പോൾ UK രാജാവായിരിക്കുന്ന ചാൾസ് പുള്ളിയുടെ പാലസിൽ പോവുകയും ഞങ്ങളുടെ അടുത്ത് വന്ന്, ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യുകയും എങ്ങനെയുണ്ട് ഇവിടെ, ഇഷ്ടമായോ, എങ്ങനെ പ്രാക്ടീസൊക്കെ പോകുന്നു എന്നോട് ചോദിക്കുകയും സംസാരിക്കാനും പറ്റി. പിന്നെ നമ്മുടെ രാഷ്ട്രപതി ഭവനിലെ ക്വീൻ എലിസബത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു ഡിന്നർ അവർക്ക് ഓർഗനൈസ് ചെയ്തപ്പോൾ അവർ താഴെ മെസ്സിൽ അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. എനിക്ക് ദൂരത്ത് നിന്ന് കാണാനുള്ള ഇതേ പറ്റിയുള്ളൂ, അടുത്ത് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒത്തിരി രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഹൈ കമ്മീഷണർ ഓരോ ഹൈ കമ്മീഷണർ അവിടെ വരാറുണ്ട്. അവരെല്ലാവരും വന്ന് മ്യൂസിക് നന്നായിരുന്നു, ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു എന്ന് പറയുകയും അടുത്ത് വന്ന് ഷേക്ക് ഹാൻഡ് തരികയും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഭാഗ്യങ്ങളും അവസരങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ഡിഗ്നിറ്ററീസ് ആയിട്ടുള്ള, അതായത് വളരെ VVIPs ആയിട്ടുള്ളവരുടെ ഒരു ലഞ്ച് ഓർഗനൈസ് ചെയ്യുകയോ ഡിന്നർ ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അടുത്ത് നമുക്ക് കാണാനും അവരുമായിട്ടൊക്കെ അവരെങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്നതെന്നൊക്കെ കാണാനൊക്കെ ഉള്ളൊരു ഭാഗ്യവും അങ്ങനെ ഒരു അവസരം എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്.